ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഗോവ പോയി കാണണമെന്ന്. എനിക്ക് എൻ്റെ കോളേജ് ലൈഫിൽ തന്നെ ഗോവ പോയി കാണാനുള്ള ഭാഗ്യം കിട്ടി. നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ പോയി കാണാൻ കിട്ടുന്ന ഭാഗ്യം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ ബീച്ചൊക്കെ കാണാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗോവയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പം കറൻ്റ്ലി ഗോവ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പം ഗോവയിൽ 2 ദിവസമുണ്ട്. അപ്പം ഇന്ന് നമുക്ക് സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ദിവസമാണ്. ഇപ്പോൾ വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായി. നമ്മളിതാ സ്കൂട്ടറൊക്കെ റെൻറ്റിനെടുത്തു. നമ്മുടെ ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ റെൻറ്റിനെടുത്തിട്ട് നമ്മൾ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് നമ്മൾ കാണാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഇർഫാനുണ്ട്, അതുപോലെ നമ്മുടെ ബാക്കിയുള്ളവരുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങൾ, കുറേ ബീച്ചസും കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് മാക്സിമം നോക്കാം എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരും ഗോവയിലെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വണ്ടി റെൻറ്റിന് എടുത്തിട്ടുണ്ട്. ഒരു വണ്ടിക്ക് നമ്മളെടുത്തത് 350 രൂപയാണ്. നാളെ രാവിലെ, അതായത് ഇന്നിപ്പോൾ വൈകുന്നേരം നമ്മളിപ്പോൾ ഒരു 5 മണിക്കാണ് വണ്ടി എടുത്തത്. നാളെ പിറ്റേ ദിവസം 9 അല്ലെങ്കിൽ 10 മണി വരെ ടൈമുണ്ട്. അപ്പം 350 രൂപയ്ക്ക് ലാഭമാണെന്ന് തോന്നുന്നു. പിന്നെ പെട്രോൾ നമ്മൾ അടിക്കണം. നമുക്ക് എത്രയാണോ ദൂരം പോകേണ്ട അതിനനുസരിച്ച് പെട്രോൾ അടിക്കാം. അത് കഴിഞ്ഞ് നമ്മളിനി ഇവിടെ നിന്ന് പോവുകയാണ്. നമ്മൾ ഹോട്ടൽ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഹോട്ടൽ ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുത്തിരിക്കുക. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് ഗോവ എങ്ങ് എക്സ്പ്ലോർ ചെയ്തിരിക്കാം. ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ ഓഫ്റ്റ് ഗോവയില്ല, ഗോവയിലാണ്. അപ്പം എവിടെ പോകുന്നു? ഞങ്ങൾ പെട്രോൾ അടിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോകുന്നു. ഗോവ എക്സ്പ്ലോർ ചെയ്യുന്നു. അപ്പോൾ നമ്മളിതാ ബാഗ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ നിന്ന്, അതായത് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഒരു 7-8 കിലോമീറ്റർ നമ്മൾ പെട്രോളൊക്കെ അടിച്ച്, പെട്രോളിന് ഇവിടെ 96 രൂപ ഉള്ളൂ. അവിടെ നിന്ന് പെട്രോൾ അടിച്ച് നമ്മൾ ബാഗ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാഗ ബീച്ച് പോകണ വഴിക്ക് വേറൊരു സംഭവം കാണിച്ചിടാം. റിവർ റാഫ്റ്റിംഗ്, മറ്റേ ബോട്ടിൽ പെഡൽ ബോട്ടും ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ കയാക്കിങ് പോലെ സംഭവമുണ്ട്. ലോങ് അങ്ങോട്ടുണ്ട്. ഇപ്പോൾ സന്ധ്യ വൈകുന്നേരമായി. നമുക്കിനി നേരെ ബീച്ചിലോട്ട് പോവാം. പിന്നെ ഗോവയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഗോവയെ പറഞ്ഞത്. നീ കൊള്ളാം. റോഡൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ക്ലൈമറ്റ് രാവിലെ ചൂടായിരുന്നു, പക്ഷേ ഇപ്പം ഒരു മീഡിയം ക്ലൈമറ്റ്. നമ്മളെ നാട്ടിലേക്ക് പോലെ വൈകുന്നേര സമയം. ഇപ്പോൾ എത്ര മണി? 6:20. പക്ഷെ സൂര്യനെ കാണാനില്ല, സൺസെറ്റ് ഒന്നും കാണാനില്ല. അതാ ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഇതാണ് നമ്മുടെ റോഡ്. നമുക്കിനി ഇവിടെ നിന്ന് അടുത്താണ് ബാഗ ബീച്ച്. ഈ ബ്രിഡ്ജ് കാരണം അല്ലേ. ഓക്കെ, അപ്പോൾ ബാഗ ബീച്ചിൻ്റെ അടുത്തെത്താറായി. ഇങ്ങനെ ബാഗ ബീച്ചിലെത്തി നമ്മുടെ അടുത്ത ബാച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാഗ ബീച്ചിലെത്തി. ഇവിടെ ഒത്തിരി ഷോപ്പും ഒരു കിടിലം പള്ളിയുണ്ട് കേട്ടോ. ഫോട്ടോയൊക്കെ എടുക്കാൻ നൈസ്. കിടിലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ല് എന്തോ ബ്രൗൺ കളറിലെ കല്ല് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇതാ തൊട്ടടുത്തേനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഫുൾ കടകളും കാര്യങ്ങളുമാണ്. പിന്നെ ഇവിടെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നണം എനിക്ക് തോന്നുന്നത് ഫിഷാണെന്ന് തോന്നുന്നു. സീ ഫിഷ് ഏറ്റവും കൂടുതൽ ആക്സസ് ആയിട്ട് കിട്ടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. പറഞ്ഞ വഴിക്ക് ഹാർബറും കാര്യങ്ങളൊക്കെ കണ്ട്. അപ്പോൾ നമുക്കിനി ബീച്ചിൽ അങ്ങോട്ട് പോകാം. അതിൻ്റെ ആ സൈഡിലാണ് ബീച്ച്. അപ്പോൾ ഇതാ നമ്മൾ ബീച്ചെത്തി. ഇതാണ് ബീച്ച്. നൈസല്ലേ. ഇത് കണ്ടിട്ട് എനിക്ക് കറക്റ്റ് മറ്റേ നമ്മളെ എവിടെ വേളിയെ കോവളം അങ്ങനത്തെ ഏതൊരു ബീച്ച്. കാരണം അവിടെ ഒരു റിസോർട്ടുണ്ട്, കോവളം. അത് തന്നെ, അവിടെ ഒരു റിസോർട്ടുണ്ട്. ഇതേപോലെ മലയിന്ന് പാറ ഇറങ്ങി വന്നിട്ടുണ്ട് ബീച്ച്. അതേ സെയിം സംഭവം. ലീല അത് തന്നെ സംഭവം. ഇതാ കിട്ടില്ലല്ലേ. ഇതാണ് ബീച്ച്. ഇഷ്ടം പോലെ ആൾക്കാർ, ഇഷ്ടം പോലെ. ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് ഇഷ്ടം പോലെ പേരെ കണ്ട്.
ഇതോ നമ്മളെ ബാച്ച് അവിടെ നിൽപ്പുണ്ട്. എവിടെ ലൈറ്റ്? അങ്ങോട്ടെന്തോ പരിപാടിയുണ്ട്, നമുക്ക് നോക്കാം. ആദ്യം ബീച്ചൊന്ന് കണ്ടിട്ട് വരാം. ബാ. കൊള്ളാം കേട്ടോ ഇവിടുത്തെ ബീച്ച്. ശരിക്കും ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോ. അവിടെ ലൈറ്റ് ഇട്ട് എന്തോ പരിപാടിയുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ അളിയ ബാഗ ബീച്ച്. എന്തിനത്? എവിടെ ചെന്നാലും പയ്യൻ ഗ്യാരണ്ടി. മലയാളിയാണോ? അവന് മാത്രമേ ടീം ലോയാലിറ്റി. അങ്ങോട്ട് പോയോ? അങ്ങോട്ട് പോണം. നിങ്ങളിപ്പോൾ വന്നേ ഉള്ളോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അവിടെ ബാക്കിലൊരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് ബീച്ച് പോലെ അവിടെ ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഇഷ്ടം പോലെ ആൾക്കാർ, ജനസമുദ്രം ഇവിടെ. പിന്നെ ബീ റോൾസൊക്കെ എടുക്കണമെന്നുണ്ട്, പക്ഷേ ലൈറ്റിംഗ് കണ്ടീഷൻ വളരെ മോശമാണ്. ബാക്കി അല്ലാതെ ബീച്ചിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ബാഗ ബീച്ച് കണ്ടിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. രാത്രി ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, ബീച്ച് വീഡിയോ കാണിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. നമ്മളിതിൻ്റെ കൂടെ ഞാൻ നാളെ ഗോവ കറങ്ങുന്ന കാര്യങ്ങളും കൂടെ അടിയാം. ശരിക്കും ഞാൻ വിചാരിച്ച് ഇന്നത്തെ കാഴ്ചകളും കൂടെ കാണിക്കാനാണ്, പക്ഷേ നൈറ്റ് ആയതുകൊണ്ട് എങ്ങനെയെന്ന് അറിയത്തില്ല.
നമുക്ക് നോക്കാം. നാളെ എന്തായാലും വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ബാഗ ബീച്ച് കൊള്ളായിരുന്നു, നല്ല തണുത്ത വെള്ളവും അടിപൊളിയായിരുന്നു. നമ്മളവിടെ നിന്ന് ബാഗ ബീച്ചിൽ നിന്ന് അടുത്ത അഞ്ജുന ബീച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കടലിനോട് ചേർന്ന് ഫുഡ് കഴിക്കാനും ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ മുക്കിലും മൂലിത് അങ്ങ് അറ്റം വരെയും ഈ സെറ്റപ്പാണ്. ഇതാണ് ഷോപ്പ്. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ മണലിൽ തന്നെ. അയ്യോ കടൽ അങ്ങോട്ട് വിട്ടുതരാം. വാ, നൈസാണ് കേട്ടോ. ഓറ എൻ്റെ ചാനലിൻ്റെ പേര് ഓറ. നൈസ് കേട്ടോ. ഇവിടെ ആംബിയൻസ് ഗോവ. നമ്മളവിടെ ഒരു ബീച്ചിൽ ഇങ്ങനെ കാണത്തില്ല. അതായത് ഷോപ്പ്, അവിടെ കടലിൽ നിന്ന് ഫുഡ് കഴിക്കണ കേസും ഇവിടെ ഉണ്ട്. ഈ കാണുന്നത് അത് തന്നെ സെറ്റപ്പ്. രണ്ടും ഏകദേശമൊക്കെ സെയിം എന്നും തോന്നുന്നു. അയ്യോ കടൽ ഫുൾ ഇരുട്ട്. ഇതൊക്കെയാണ് നമ്മുടെ അഞ്ജുന ബീച്ചിൻ്റെ കാഴ്ച. അതായത് നൈറ്റിന് ഒരു വലിയ പ്രാധാന്യം കൊടുക്കണതാണ്. അതായത് നമ്മളവിടെ പോലെയല്ല, നൈറ്റ് ആകുമ്പോൾ അവർ കടലിലോട്ട് ബെഞ്ചും ഡെസ്കൊക്കെ ഇട്ട് ഫുഡ് കഴിക്കുന്ന പരിപാടിയാണ്. ഇവിടെയുണ്ട് ആ ഷോപ്പ്. ഇതാണ് സംഭവം. അപ്പം നമ്മളിവിടെ നിന്ന് പോവാണ്. അടുത്ത സ്ഥലം കിട്ടുമോ നോക്കാം, അല്ലെങ്കിൽ നാളത്തെ കാഴ്ചകൾ കാണിച്ചു തരാം.